ഹലോ, നമുക്കിന്ന് പൈനാപ്പിൾ കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. ഹലോ, പാട്ടും പാചകത്തിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും വരിക. എല്ലാവരും വന്ന് നമുക്കിന്ന് പായസം വയ്ക്കാം. അത് പൈനാപ്പിൾ പായസമാണ്. ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ആ പൈനാപ്പിൾ കൊണ്ട് നമുക്ക് ആ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം, നല്ല ടേസ്റ്റോടു കൂടി. അതിന് ആവശ്യമായ സാധനങ്ങൾ നിങ്ങളെയും പരിചയപ്പെടുത്താം. പൈനാപ്പിൾ കുനുകുന അരിഞ്ഞതാണ്, അതായത് ചെറുതായിട്ട് നൈസായിട്ട് ഏറ്റവും പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ്. അതിന് വേണ്ടത് ചൗവരി വേവിച്ചത്, ഒന്നാം പാല്, രണ്ടാം പാല്, തേങ്ങ അരിഞ്ഞത്, ഏലക്ക ചതച്ചത്, കശുവണ്ടിപ്പരിപ്പ്, പഞ്ചസാര, നെയ്യ്. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിലേക്ക് നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റവും ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രണ്ടാം പാല് ഒഴിച്ച് അത് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ കുനുകുന അരിഞ്ഞത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായി ഇളക്കി നല്ലതുപോലെ അതിൻ്റെ അകത്ത് കിടന്ന് ഇത് വേവണം. എന്ത് സെറ്റായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി കുറച്ച് അതിലോട്ടിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ നല്ല മണം വന്നിട്ടുണ്ട്. ഞാനിത് നെയ്ക്കകത്തല്ല ഞാനിത് വേവിച്ചത്, രണ്ടാം പാലിനകത്താണ്. തേങ്ങാപ്പാലെടുത്ത് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാലിനകത്താണ് ഞാൻ ഈ കുനുകുന അരിഞ്ഞു വെച്ച പൈനാപ്പിൾ വേവിച്ച് അതിലേക്ക് ചൗവരിയും കൂടെ ചേർത്ത് വേവിക്കുകയാണ്. നമ്മുടെ ഈ പൈനാപ്പിൾ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം, അതിൻ്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കണം. നമ്മുടെ പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും മധുരം ചേർക്കാവുന്നതാണ്. ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം.
ഒന്നാം പാല് ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു 2 തേങ്ങ എടുത്തിട്ടുണ്ട്. 2 തേങ്ങയുടെ പാലാണ്. ഇനി ഒരു ശകലം ഒന്ന് കുറുകണം. അത് തണുക്കുമ്പോൾ റെഡിയാകും. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നെയ്യ്, അണ്ടിപ്പരിപ്പും തേങ്ങയും അരിഞ്ഞിട്ട് നമ്മൾ നന്നായി മൂപ്പിച്ചതാണ്. തേങ്ങ എപ്പോഴും ഞാൻ പറയാറുണ്ട്, തേങ്ങ ശരിക്കും മൂക്കരുത്. അത് ശകലം ഒരു പച്ച വേണം. അപ്പോഴേ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിന്. ഇതിൽ മുന്തിരിങ്ങ ചേർക്കത്തില്ല, കിസ്മിസ് ചേർക്കില്ല. ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ശകലം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചാൽ അപ്പോഴേ നമുക്കിത് മാറ്റാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ആവശ്യത്തിന് മതി. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഹലോ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. എല്ലാവരും വരിക, ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും വരിക, നമുക്കിത് കഴിക്കാം. ചൂടാണ്. പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ്. പൈനാപ്പിളിൻ്റെ ചെറിയ പുടുപ്പും അതിൻ്റെ മണവും നെയ്യുടെ മണവും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ സൂപ്പർ അടിപൊളി സെറ്റ്. എല്ലാവർക്കും തരാം. എല്ലാവരും വരും. എല്ലാവരും ഇത് പരീക്ഷിക്കണം. പരീക്ഷിക്കയില്ല, ഇതുപോലെ തന്നെ കണ്ട് നിങ്ങളെല്ലാവരും വെച്ച് വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. നാക്ക് കുഴുന്നു പോകുന്നു കേട്ടോ. അത്ര നല്ല രുചിയാണ്. എല്ലാവരും ഇതെല്ലാം പരീക്ഷിക്കുക. അതുപോലെ എനിക്ക് വേണ്ടത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് വരുന്നതാണ്. ഓക്കെ, ബായ്.